നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഭരണവിരുദ്ധ വികാരമാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കണമെന്ന് രമേശ് ചെന്നിത്തല. CPMന്റെ ലക്ഷക്കണക്കിന് വോട്ടുകൾ BJPക്ക് പോയി. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം അംഗീകരിക്കുന്നില്ലെന്ന് PJ ജോസഫ്. കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ വിജയം ഇതിന് ഉദാഹരണം. പാർട്ടി ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടും. കോട്ടയം നഗരസഭാധ്യക്ഷയെ DYFI ഖരാവോ ചെയ്തു. തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ പരാജയം ഭരണവിരുദ്ധ വികാരമാണെന്നത് മനസ്സിലാക്കാത്തത് മുഖ്യമന്ത്രി മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല. CPMന്റെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് BJPക്ക് പോയതെന്നും രമേശ് ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതു സർക്കാരിന്റെ കനത്ത പരാജയം ഭരണവിരുദ്ധ വികാരമാണെന്ന് സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല. തനിക്കും കുടുംബത്തിനുമെതിരെ അന്വേഷണം വരുമെന്ന് ഭയന്നാണ് മുഖ്യമന്ത്രി മോദിയെ കുറ്റപ്പെടുത്താത്തത്. CPMന്റെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് BJPക്ക് പോയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വന്തം കുടുംബത്തിന് നേരെ കേസുകൾ വരും എന്ന് കണ്ടുകൊണ്ട് ഭയന്നിട്ടാണ് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്തത്. ഇന്ന് CPM ഈ വോട്ട് ചോർച്ചയെ പറ്റി മനസ്സിലാക്കാതെ ഇപ്പോഴും UDFനെ കുറ്റപ്പെടുത്തുകയാണ്. UDFനെതിരെയാണ് അവരുടെ വിലയിരുത്തലും പ്രസംഗങ്ങളും എല്ലാം ഉള്ളത്. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് BJPയുടെ മത്സരാർത്ഥി ഫിലിം സ്റ്റാർ ആയതിനാലാണ്. എല്ലായിടത്തും NDAക്ക് വോട്ട് കൂടിയ കാര്യം പരിശോധിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനം UDFനും ജനങ്ങൾക്കും വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം അംഗീകരിക്കുന്നില്ലെന്നതിന്റെ തെളിവാണ് കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ വിജയമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. പാർട്ടി ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടും. BJPയുടെ തൃശൂരിലെ വിജയത്തെക്കുറിച്ച് കോൺഗ്രസ് പ്രത്യേകം പഠിക്കുമെന്നും PJ ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. ജോസ് കെ മാണിയുടെ പാർട്ടിയെ കോട്ടയത്തെ പാർലമെന്റ് അംഗീകരിക്കുന്നില്ല, ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ സംബന്ധിച്ച് പഠനം നടത്താൻ കോൺഗ്രസ് പാർട്ടി ഒരു കമ്മിറ്റിയെ തന്നെ വെച്ചിട്ടുണ്ട്. KC ജോസഫിൻ്റെ ഒരു റിപ്പോർട്ട് പറഞ്ഞു. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് നഗരസഭാധ്യക്ഷയെ DYFI ഖരാവോ ചെയ്തു. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് DYFI കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെ ഉപരോധിച്ചു. കൗൺസിൽ യോഗത്തിൽ വിഷയം പരിഗണിക്കുന്നുണ്ടെന്ന് സമരക്കാരെ ചെയർപേഴ്സൺ അറിയിച്ചെങ്കിലും കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കിയതോടെ പ്രതിഷേധം തുടരുകയായിരുന്നു. എന്നാൽ ചട്ടപ്രകാരം കൗൺസിൽ തീരുമാനത്തിലൂടെ മാത്രമേ നടപടി ഉണ്ടാകൂവെന്നും മറ്റു തീരുമാനങ്ങൾക്ക് നിയമസാധ്യതയില്ലെന്നും ചെയർപേഴ്സൺ ആവർത്തിച്ചു. ഇത് കണക്കാക്കാതെ നഗരസഭാ അധ്യക്ഷയുടെ ഓഫീസ് മുറിക്കുള്ളിൽ ഇവർ മുദ്രാവാക്യം വിളിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തി. പിന്നീട് സമരക്കാരെ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് നീക്കി. CPM ഏരിയ സെക്രട്ടറി B ശശികുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. CPM കൗൺസിലർമാരും DYFI നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ലോക്സഭാ MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പര്യടനം നടത്തി. രാവിലെ എലിക്കുളത്തു നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ഫ്രാൻസിസ് ജോർജ് MP രാവിലെ എലിക്കുളത്തു നിന്നുമാണ് ഫ്രാൻസിസ് ജോർജിന്റെ പര്യടനം തുടങ്ങിയത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ശ്രദ്ധാകേന്ദ്രമായ ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ടൂറിസം സർക്യൂട്ടിനായി ശ്രമിക്കും. സാധ്യമാകുന്ന എല്ലാ വികസനത്തിനും പാലായുടെ MLAയോട് ഒപ്പം ചേർന്ന് പരിശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. MPയോടൊപ്പം മാണി C കാപ്പൻ MLA, പ്രൊഫസർ സതീഷ് ചൊല്ലാനി, ജോർജ് പുളിങ്കാട്, തോമസ് കുട്ടി നെച്ചിക്കാട്ട്, കുര്യാക്കോസ് പടവൻ, മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രാമപുരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഈരാറ്റുപേട്ടയിൽ കാപ്പ പ്രതിയെ തേടിയെത്തിയ പോലീസും പ്രതിയുടെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റം. ക്രിമിനൽ കേസ് പ്രതിയായ അഫ്സലിനെ തേടിയെത്തിയ പോലീസ് വീട്ടിൽ കയറി പരിശോധന നടത്തിയതിനെ വീട്ടുകാർ എതിർത്തു. ഈരാറ്റുപേട്ടയിൽ കാപ്പ കേസ് പ്രതിയെ തേടിയെത്തിയ പോലീസും പ്രതിയുടെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റം. സ്ഥിരം ക്രിമിനൽ കേസ് പ്രതിയായ അഫ്സലിനെ തേടിയാണ് ഈരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തിയത്. വീടിനുള്ളിൽ കയറി പരിശോധന നടത്തിയ പോലീസിനെ വീട്ടുകാർ തടഞ്ഞു. മഫ്തിയിലെത്തിയ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി വലിയ വാക്കേറ്റമുണ്ടായി.
2 തവണ കാപ്പ കേസ് ചുമത്തുകയും നിരവധി തവണ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അഫ്സൽ. ഫെബ്രുവരിയിൽ നടന്ന മോഷണ കേസുമായി ബന്ധപ്പെട്ട് അഫ്സലിനെ പിടികൂടാനായിട്ടില്ല. പെരുന്നാൾ ദിനത്തിൽ അഫ്സൽ വീട്ടിലെത്തിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് വീടിനുള്ളിൽ തിരച്ചിൽ നടത്തിയത്. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം. എന്നാൽ അഫ്സൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. വീട്ടിലെ സ്ത്രീകളോടടക്കം പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു ബഹളം ശക്തമായതിനെ തുടർന്ന് ഈരാറ്റുപേട്ട SHO അടക്കം സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. NCERT 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചിത്രം വരച്ച് പുതുപ്പള്ളി സ്വദേശി ജോയൽ ചാക്കോ. 3 ദിവസങ്ങൾ കൊണ്ടാണ് ജോയൽ ചിത്രങ്ങൾ വരച്ചു നൽകിയത്. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയിരിക്കുകയാണ് പുതുപ്പള്ളി സ്വദേശിയായ ജോയൽ ചാക്കോ. NCERT സിലബസിലെ ബേസിക് സയൻസ്, സംസ്കൃതം പാഠപുസ്തകങ്ങളിലാണ് ജോയൽ ചിത്രം വരച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാൻസ് വിദ്യാർത്ഥിയാണ് ജോയൽ. കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ജോയൽ ഉൾപ്പെടെ 5 വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളിലേക്കുള്ള ചിത്രങ്ങൾ വരച്ചത്. അധ്യാപകർ സിലബസ് പറഞ്ഞുകൊടുക്കും. ഇതനുസരിച്ചാണ് വരയ്ക്കേണ്ടത്. വാട്ടർ കളർ, പെൻസിൽ, അക്രിലിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ജോയലിന്റെ ചിത്രം വര. ഇതിനോടകം ചിത്രരചനയ്ക്ക് 100 കണക്കിന് സമ്മാനങ്ങളും ജോയൽ വാരിക്കൂട്ടിയിട്ടുണ്ട്. ജോയൽ വരച്ച അമ്മയുടെ ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ജോക്കർ, യേശുദേവൻ എന്നിവരുടെ ചിത്രങ്ങളും ജോയലിന്റെ ചിത്രശേഖരത്തിലുണ്ട്. തന്റെ മേഖലയിൽ വിജയം നേടാൻ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ജോയലിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടന്നു. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെയും പുന്നാമ്പറമ്പിൽ ഐ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PI ഷമീർ, രാജേഷ് പുന്നാമ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മികവ് കൈവരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് ഇത് പ്രവർത്തിച്ചു വരികയാണ്. ഇതിനോടൊപ്പം തന്നെ സേവന സന്നദ്ധ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് ഇന്ന് ഏറ്റവും മികച്ച സേവനത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഈ കണ്ണുപരിശോധന ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലായിൽ RV പാർക്കിന്റെ മതിൽ ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. നാളുകളായി ഈ അവസ്ഥ തുടർന്നിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരും ഈ മതിലിനോട് ചേർന്നാണ് സഞ്ചരിക്കുന്നത്. പാലാ നഗരത്തിലെ റിവർവ്യൂ റോഡിൽ വലിയ പാലത്തിന് സമീപമുള്ള RV പാർക്കിന്റെ മതിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. മതിലിടിഞ്ഞിട്ട് നാളുകളായെങ്കിലും പുനർനിർമ്മിക്കാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. മതിലിന്റെ അടിഭാഗത്തെ കൽക്കെട്ട് ഇടിഞ്ഞു കിടക്കുന്നു. കൽക്കെട്ട് ഇടിഞ്ഞതോടെ മതിൽ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ഭിത്തിയുടെ കമ്പിയുടെ ബലത്തിൽ മാത്രമാണ് മതിൽ താഴെ വീഴാതെ നിൽക്കുന്നത്. കമ്പികളാണെങ്കിൽ ദ്രവിച്ചു പോയ നിലയിലുമാണ്. ബൈക്ക് യാത്രികർ അടക്കമുള്ളവർ ഇടിഞ്ഞിരിക്കുന്ന മതിലിനോട് ചേർന്നാണ് കടന്നു പോകുന്നത്. മതിൽ നിലം പൊത്തിയാൽ ഇത് വലിയ അപകടങ്ങൾക്കും ഇടയാക്കും. കാൽനട യാത്രക്കാരും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇതുവഴി നടന്നു പോകുന്നത്. എത്രയും വേഗം ഇടിഞ്ഞിരിക്കുന്ന മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരത്തിലെ ഓടകളുടെ ഇരുമ്പ് മേൽമൂടികൾ തകർന്നു കിടക്കുകയാണ്. തകർന്ന ഇരുമ്പ് ഗ്രില്ലിൽ കാൽ കുടുങ്ങി യാത്രക്കാരിക്ക് പരിക്കേറ്റു. പാലാ നഗരത്തിൽ ഓടകളുടെ ഇരുമ്പ് മേൽമൂടികൾ തകർന്നത് അപകടക്കെണിയായി. തകർന്ന ഇരുമ്പ് ഗ്രില്ലിനിടയിൽ കാൽ കുരുങ്ങി വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. മെയിൻ റോഡിൽ നിന്ന് റിവർവ്യൂ റോഡിലേക്കുള്ള ലിങ്ക് റോഡിനോട് ചേർന്നാണ് ഓടയുടെ മേൽമൂടി തകർന്ന് ഇതുവഴി കടന്നുപോയ കൊഴുവനാൽ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് അപകടത്തിൽപ്പെട്ടത്. കാലിൽ മുറിവേറ്റ വിദ്യാർത്ഥിനിയെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കാലിലെ മുറിവിന് സ്റ്റിച്ചുകൾ വേണ്ടിവന്നു. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഓടകളുടെ തകർന്ന മേൽമൂടികൾ നവീകരിച്ച് കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ജൂൺ 24 മുതൽ 28 വരെ നടത്തുന്ന ഡെമസ്റ്റിഫയിങ് AI എന്ന 5 ദിവസത്തെ ഓൺലൈൻ കോഴ്സിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. AIയിൽ താല്പര്യമുള്ള ആർക്കും കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ്. വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് കോഴ്സ് നടത്തുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷൻ ലിങ്ക് ihr.ac.in. കേരള സ്പോർട്സ് കൗൺസിൽ നിയന്ത്രണത്തിലുള്ള സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തെ PG വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനായി അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, സ്വിമ്മിംഗ്, തായ്ക്വോണ്ട, കബഡി, ഗുസ്തി, ആർച്ചറി, ബോക്സിംഗ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ഹാൻഡ്ബോൾ, ഹോക്കി, ജൂഡോ, കയാക്കിംഗ്, ഖോഖോ, നെറ്റ്ബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്,
റോവിംഗ്, സോഫ്റ്റ് ബോൾ എന്നീ കായിക ഇനങ്ങളിൽ ദേശീയ പുരസ്കാരം നേടിയ കായിക താരങ്ങൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ജൂൺ 25-ന് സെലക്ഷൻ നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത, കായിക മികവ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ജൂൺ 20-ന് മുമ്പായി സെക്രട്ടറി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്ന പേരിൽ അയച്ചു നൽകേണ്ടതും ട്രയൽസിൽ പങ്കെടുക്കുന്നതിനായി ജൂൺ 25-ന് രാവിലെ 8 മണിക്ക് സ്പോർട്സ് കിറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹാജരാകേണ്ടതുമാണ്. ഫോൺ 048125633825. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്കോൾ കേരള മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന DCA കോഴ്സ് 10ാം ബാച്ചിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. പിഴ കൂടാതെ ജൂലൈ 12 വരെയും 60 രൂപ പിഴയോടെ ജൂലൈ 25 വരെയും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾക്ക് ഫോൺ 048123000443. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഭരണവിരുദ്ധ വികാരമാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കണമെന്ന് രമേശ് ചെന്നിത്തല. CPMന്റെ ലക്ഷക്കണക്കിന് വോട്ടുകൾ BJPക്ക് പോയി. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം അംഗീകരിക്കുന്നില്ലെന്ന് PJ ജോസഫ്. കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ വിജയം ഇതിന് ഉദാഹരണം. പാർട്ടി ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടും. കോട്ടയം നഗരസഭാധ്യക്ഷയെ DYFI ഖരാവോ ചെയ്തു. തിരുനക്കര ബസ് സ്റ്റാൻഡിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.